ബിനിൽ വലിയ പരാതി ഉയർന്നു വരുന്നുണ്ട്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ നമ്മൾ സൂചിപ്പിക്കുന്നത് പോലെ, അതായത് വിവിധ സംസ്ഥാനങ്ങളിലുള്ള കുട്ടികളൊക്കെ കേരളത്തിലെ സ്കൂളുകളിൽ പഠിക്കുകയും അവിടെ നിന്ന് മത്സരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് സാധാരണവുമാണ്. നമുക്കറിയാം ഈ മേളയുടെ ഏറ്റവും വലിയ പ്രത്യേകത UAE-യിൽ നിന്നടക്കം കുട്ടികൾ ഇവിടെ നിന്ന് വന്ന് മത്സരിക്കുന്നു എന്നതാണ്. ആ തരത്തിൽ എല്ലാ കുട്ടികളെയും സ്വാഗതം ചെയ്യുക എന്നത് തന്നെയാണ് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ പ്രത്യേകത. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ചില സ്കൂളുകൾ അത് മനഃപൂർവ്വം തന്നെ ഇത്തരത്തിൽ പ്രായം ഉള്ള കുട്ടികളെ കൊണ്ടുവന്ന് ഈ രീതിയിൽ മത്സരിപ്പിക്കുന്ന രീതി ഉണ്ടെന്ന തരത്തിൽ വലിയ പരാതികൾ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പരാതി കോഴിക്കോട് സെന്റ് ജോസഫ് പുല്ലൂരാംപാറ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിക്കെതിരെയാണ്. അവർ 100-200 മീറ്റർ മത്സരങ്ങളിൽ മത്സരിക്കുകയും വെള്ളി മെഡൽ സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഇനങ്ങളിൽ പിന്നിലേക്ക് പോയ കുട്ടികളാണ് ഇപ്പോൾ പരാതിപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ആളൂർ സ്കൂളിലെ സോണിയ ഈ മീറ്റിൽ 200 മീറ്റർ മത്സരത്തിൽ 3-ാം സ്ഥാനത്ത് എത്തിയ വെങ്കലം നേടിയ താരമാണ്. അവരുടെ ഒരു പരാതി വന്നിരിക്കുന്നു. അതോടൊപ്പം 100-200 മീറ്ററുകളിൽ 4-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത 2 കുട്ടികൾ, ഋതുപർണ R, അതോടൊപ്പം പ്രീതി S, ഇവരുടെ പരാതിയാണ് വന്നിരിക്കുന്നത്. കോഴിക്കോട് അവരുടെ പരാതി ഈ തരത്തിലാണ്: ഞങ്ങൾ 100-200 മീറ്ററുകളിൽ 4-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത കുട്ടികളാണ്. കോഴിക്കോട് പുല്ലൂരാംപാറ സ്കൂളിലെ ഈ വിദ്യാർത്ഥിയുടെ പേര് പറയുന്നു. അത് നമ്മൾ ഈ നിമിഷം പറയാത്തത് അത് മറ്റു ചില സാങ്കേതിക പ്രശ്നം ഉള്ളത് കൊണ്ടാണ്. എന്തായാലും ആ കുട്ടിയുടെ പേര് പറഞ്ഞുകൊണ്ട് 2004-ലാണ് ഈ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിലവിൽ അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ രജിസ്റ്ററിലുള്ളത്. അത് നമ്മൾ പരിശോധിച്ചു. ആ തരത്തിൽ തന്നെയാണുള്ളത്. സാധാരണഗതിയിൽ അത്ലറ്റിക്സിൽ ഉള്ള കുട്ടികൾ അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്കാണ് അവിടെയുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കുക. ആ തരത്തിൽ രജിസ്റ്റർ ചെയ്ത ഒരു കുട്ടിയാണ് ഈ പരാതിക്ക് അടിസ്ഥാനമായ പരാതിപ്പെടുന്ന കുട്ടി എന്ന് പറയുന്നത്. ആ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 2004-ആണ് അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടിരിക്കുന്നത്. ആ അർത്ഥത്തിലാണെങ്കിൽ 21 വയസ്സും 5 മാസവും പ്രായമുണ്ട്. സാധാരണഗതിയിൽ സ്കൂൾ അത്ലറ്റിക്സിൽ സീനിയർ പെൺകുട്ടികളുടെ പ്രായപരിധി 19 വയസ്സാണ്. ഈ ഇനത്തിൽ എന്തായാലും ആ കുട്ടിക്ക് സ്വർണം നേടാനായില്ല. പക്ഷേ 2 മത്സരങ്ങളിലും 100-ലും 200-ലും വെള്ളി മെഡൽ സ്വന്തമാക്കിയിട്ടുണ്ട്. എന്തായാലും സ്കൂളിനെതിരെ പരാതി കുട്ടികളുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉയർന്നിട്ടുണ്ട്. ഇനി നടപടികളിലേക്ക് കടക്കേണ്ടത് അധികൃതരാണ്. എന്തായാലും നേരത്തെ അധികൃതരോട് ഇക്കാര്യം സംസാരിച്ചപ്പോൾ തന്നെ ഒരു പരാതിയായി ഉയർന്നിട്ടില്ല എന്നായിരുന്നു പറഞ്ഞത്. അത് ഇപ്പോൾ ഒരു പരാതി തന്നെ ലഭ്യമായിരിക്കുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ വാർത്തയും പുറത്തു വരുന്നത്.